സന്ധ്യയല്ലോ. സന്ധ്യാദീപം വെക്കേണ്ട സമയമായല്ലോ. എവിടെയാ കുട്ടി? അയ്യോ 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 എന്താ എന്താ മോളെ? അമ്മേ, ഒന്നുമില്ല ഒന്നുമില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ട് സന്ധ്യാദീപം വെക്കുന്നതാണല്ലോ മോള്. ഇന്ന് എന്തു പറ്റി? വിളക്കുമായിട്ട് ഉമ്മർത്തേക്ക് ചെല്ലാൻ എനിക്ക് പേടിയാ. നാഗ എപ്പോഴാ ആക്രമിക്കാന്ന് പറയാൻ പറ്റില്ല. കഷ്ടമുണ്ട് മോളെ. നീ എന്താ ഇങ്ങനെ ഓരോ നേരത്തും ഓരോന്ന് പോലെ പെരുമാറുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ? നാഗങ്ങളെ കാണുന്നത് എന്റെ കുഴപ്പാണോ? കണ്ടാൽ അമ്മയ്ക്കും പേടി തോന്നാറില്ലേ? അതുപോലെ തന്നെ എനിക്കും തോന്നുള്ളൂ. ഈ വൈരാഗ്യം വെച്ചുള്ള സംസാരം തന്നെ ഒന്ന് നിർത്ത്. ഞാനോ നവീനോ ഈ കുടുംബത്തുള്ളവരോ ആഗ്രഹിക്കുന്ന ഇതല്ല. നല്ല രീതിയിൽ പെരുമാറുന്ന പഴയ ഗാഥ മതി. ഓ, അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ചാവണോ? എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗാഥയായിട്ട് പുനർജനിക്കണോ? എന്തൊക്കെയാ മോളി പറയുന്നേ? മറ്റുള്ളവർ പറയുന്നതൊക്കെ വിനയത്തോടെ കേട്ടു നിൽക്കുന്ന അതേ ഗാഥമോള് തന്നെയാണോ ഇത്? എനിക്ക് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് തലയാട്ടി നിൽക്കാനൊന്നും പറ്റില്ല. എനിക്കെന്താ സ്വന്തമായിട്ട് അഭിപ്രായമില്ലേ? ഒരു നാഗശാപം, അതിന്റെ കുറെ പരിഹാരങ്ങള്, അല്ലാതെ ഈ കുടുംബത്തില് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ കുടുംബത്തിനൊരു ശാപം ഉണ്ടായിരുന്നു. ആ ശാപം ഒഴിവായതാണെന്ന് പറഞ്ഞതല്ലേ? അത് നീയും കേട്ടതല്ലേ? കുടുംബത്തിൽ നിന്നും ഒഴിവായ നാഗശാപം നാഗദോഷമായിട്ടാണ് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. അതിന്റെ കാരണം വേറെ ആരുമല്ല. പിന്നാരാ? ഞാനാണോ? അതെ, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാഗദൈവങ്ങൾക്ക് നിരക്കാത്ത എന്തോ ഒരു കാര്യം കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാ അവരിപ്പോഴും ഇങ്ങനെ പിന്തുടരുന്നത്. അഹങ്കാരം മാറ്റിവെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയാൻ മനസ്സ് കാണിച്ചാല് പരിഹാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് വേണ്ടി ആരും പരിഹാരങ്ങൾ ചെയ്യണ്ട. എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടും വേണ്ട. മനസ്സിലായല്ലോ? മോളെ, മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി. നീ ഇത് തന്നെ പറയൂ. കാരണം നിനക്കൊരിക്കലും അവളാകാൻ പറ്റില്ലല്ലോ. അമ്മ എന്താ ഇപ്പൊ പറഞ്ഞത്? ഗാഥമോൾക്ക് ഒരിക്കലും അവളാവാൻ പറ്റില്ലെന്നോ? അതെന്താ അമ്മേ? അത് ദേഷ്യം വന്നപ്പോ ഞാൻ എന്തോ പറഞ്ഞു പോയതാ. അല്ല, എന്തോ ഒരു കാര്യമുണ്ട്. അമ്മ കൃത്യമായിട്ടൊന്ന് പറഞ്ഞേ. എന്താ അമ്മ ഉദ്ദേശിച്ചേ? ഒന്നുമില്ല സുമിത്രേ, ഒന്നുമില്ല. നവീനെ നമ്മളെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ഗാഥയുണ്ടല്ലോ. അല്ല, ആ ഗാഥയുടെ ഒരു ഭാവം ഉണ്ടല്ലോ, അത് തിരികെ വരും. നമ്മുടെ സങ്കടങ്ങൾക്കൊക്കെ പരിഹാരം ആവുകയും ചെയ്യും. എന്തോ ഒരു രഹസ്യം അമ്മ എല്ലാവരിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് അല്ലേ അമ്മേ? നീ വിളക്ക് കൊളുത്താൻ നോക്ക്, അത് മുടക്കണ്ട.